ഹായ് ഓൾ, ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് MCQ സീരീസ് സീസൺ 2 പാർട്ട് 4 ആണ്. പ്രധാനമായും നമ്മൾ ഇതിനോടകം 3 പാർട്ടുകൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്നതായ കമൻസും മറ്റ് എൻക്വയറീസ് എന്നതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കുകളും ഷെയറിങ്ങും എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളടക്കം ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുക. അതിന് തൊട്ട് മുമ്പായി നമ്മുടെ സ്പെഷ്യൽ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. സ്റ്റഡി മെറ്റീരിയൽസും വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്പെഷ്യൽ ക്രാഷ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വളരെ താരതമ്യേന കുറഞ്ഞൊരു ഫീസ് മാത്രമാണ് അതിന് നമ്മൾ ഈടാക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് പാർട്ട് 4 വരുന്നതായ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്. ടു വേർഡ്സ്വർത്ത്, വില്യം വേർഡ്സ്വർത്ത്, പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്, ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ. അത് ആ ഒരു ഫുൾ ടൈറ്റ്, അതായത് എന്താ പറയുക, അതൊരു യഥാർത്ഥ ഡെഫിനിഷനാണ്. വില്യം വേർഡ്സ്വർത്ത് പോയട്രി ഡിഫൈൻ ചെയ്യുന്നതാണ് ഇത്. പക്ഷെ അത് കംപ്ലീറ്റ് അല്ല, അത് പൂർത്തീകരിക്കണം. ആ അവസാനത്തെ ടേം ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഗിവൺ ഓപ്ഷൻസ് ആർ: ഫസ്റ്റ് ഓപ്ഷൻ ഇമേജസ്, ഓപ്ഷൻ ബി ട്രയാങ്കുലിറ്റി, ഓപ്ഷൻ സി സിമ്പിൾ ലൈഫ് ആൻഡ് ഓപ്ഷൻ ഡി സെൻസേഷൻ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ട്രയാങ്കുലിറ്റി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വില്യം വേർഡ്സ്വർത്ത് പോയട്രി ഡിഫൈൻ ചെയ്യുന്ന ഇപ്രകാരമാണ്: പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്, ഇമോഷൻസ് റീകൊളക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി. അത്രയും കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഒരു പോയട്രിയൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതിലാണ്, ഏത് വർക്കിലാണെന്ന് ചോദിച്ചാൽ പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞ വർക്കിലാണ്. കൂടാതെ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർഷം എന്നത് 1798 ഇത് ഏത് വർക്ക് പബ്ലിഷ് ചെയ്തതാണ്? ലിറിക്കൽ ബാലഡ്സ്. അതേസമയം ഈ പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന ഒരു വർക്കും കൂടി ഈ ഒരു വർക്ക്, അതായത് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞ വർക്കിന് തന്നെ ഒരു പ്രിഫസ് ആഡ് ചെയ്തിരുന്നു. അത് നൽകിയ വർഷം എന്നത്, ഇല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്ത വർഷം 1800. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പല രീതിയിലും പല പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വർഷങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എടുത്തു പറഞ്ഞത്. ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത വർഷം 1798, പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്ത വർഷം 1800 മനസ്സിലാക്കാം. അതേസമയം ദി പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് വിച്ച് ഡീൽസ് വിത്ത് this kind of Wordsworthian definition on poetry, just like poetry is a spontaneous overflow of powerful feelings, emotions recollected in triangulity. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ PG, അതായത് നിങ്ങളൊക്കെ ഓരോരുത്തരും PG ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായും കാണാപ്പാഠം പഠിച്ച ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വില്യം വേർഡ്സ്വർത്തിന്റെ പോയട്രി ഇപ്രകാരമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് കൂടുതൽ സമയം കളയാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് പ്രകാരം ഇങ്ങനെയാണ്: ദി ഡോമിനന്റ് തീം ഓഫ് വില്യം വേർഡ്സ്വർത്ത് പ്രിഫസ്. അതായത് നമ്മൾ കണ്ടതായ പ്രിഫസ് ടു ദി ലിറിക്കൽ ബാലഡ്സിൽ എന്താണ് പ്രധാനമായും വരുന്ന ഡോമിനന്റ് തീം? ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഏരിയ, ഇല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയും, പ്രത്യേകിച്ച് നെറ്റ് ആയിക്കോട്ടെ സെറ്റ് എക്സാം ആയിക്കോട്ടെ, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പാസ് മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ആ ഒരു ഏരിയ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ചോദ്യം മനസ്സിലാക്കി അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്: ഓപ്ഷൻ എ പോയറ്റിക് ഡിക്ഷൻ, ഓപ്ഷൻ ബി പോയറ്റിക് ആർഗ്യുമെന്റ്, ഓപ്ഷൻ സി പോയറ്റിക് ക്രിറ്റിസിസം ആൻഡ് ഓപ്ഷൻ ഡി പോയറ്റിക് ലൈസൻസ്. അതായത് മനസ്സിലാക്കേണ്ടത്, പ്രിഫസ് ടു ദി ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ വർക്ക് ഡീൽ ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള ഏത് ഡോമിനന്റ് തീമുമായിട്ടാണ്? അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓപ്ഷൻ എ ആണ്, പോയറ്റിക് ഡിക്ഷനുമായിട്ടാണ്. വില്യം വേർഡ്സ്വർത്ത് തന്നെ പറയുന്നത്, ആ ഒരു വർക്കിൽ പറയുന്ന ഇപ്രകാരമാണ്: ദി പോയറ്റിക് ഡിക്ഷൻ മസ്റ്റ് ബി റിഗാർഡിംഗ് വിത്ത് ദ എവറി ഡേ ലൈഫ് ഇൻസിഡൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ കോമൺ മാൻസ് ലാംഗ്വേജ്. സാധാരണക്കാരന്റെ ഭാഷയിലും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്നതുമായ ഇൻസിഡൻസിനെ റെഫർ ചെയ്തിട്ട് വേണം ഈ പറയപ്പെടുന്ന ഒരു പോയറ്റ് ഇല്ലെങ്കിൽ ഒരു പോയട്രിയിൽ പ്രധാനമായി ഡീൽ ചെയ്യേണ്ടത്. കൂടാതെ അദ്ദേഹം പറയുന്നത്, അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്, പോയട്രി ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് നാച്ചുറൽ ഫീലിംഗ്സ്
And furthermore, he defines poetic diction as a language of common men, and it is a simple expression of pure passions by men diving close to the nature. അതായത് പ്രകൃതിയും നമ്മൾ സാധാരണ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണോ അതായത് ഓരോ സംഭവങ്ങൾ നടക്കുന്നത് ആ ഓരോ കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അതായിരിക്കണം സബ്ജക്റ്റ്, അതായത് പോയറ്റിക് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടതും അത് എഴുതേണ്ട ഭാഷ എന്ന് പറയുന്നത് വളരെ കോമൺ മാൻ, അതായത് സാധാരണക്കാരനും മനസ്സിലാകാനായി പറ്റുന്ന ഒരു ഭാഷയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം നമുക്ക് മനസ്സിലാക്കേണ്ടത് ദി പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് എഴുതിയതും അത് പബ്ലിഷ് ചെയ്തതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച ഒരു വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. അത് പബ്ലിഷ് ചെയ്ത വർഷം നമ്മൾ നേരത്തെ കണ്ടു 1800. അത് പ്രധാനമായും ഡീൽ ചെയ്യുന്ന ഇതിലെ ഡോമിനന്റ് തീം എന്ന് പറയുന്നത് പോയറ്റിക് ഡിക്ഷൻ ആണ്. ആ ഒരു ഡിക്ഷൻ എന്ന് പറയുന്നത് കോമൺ മാൻസ് ലാംഗ്വേജിൽ എഴുതിയിരിക്കണം. കൂടാതെ അങ്ങനെയുള്ള സാധാരണ എവരിഡേ ലൈഫ് ഇൻസിഡൻസ് ആയിരിക്കണം അതിൽ പ്രധാനമായി വരുന്ന സബ്ജക്ട് മാറ്റർ എന്ന് പറയും, ഇല്ലെങ്കിൽ സബ്ജക്ട് കൺസേൺ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി മാരിനർ ഇൻ ദ ഏൻഷ്യൻ മാരിനർ കിൽസ്, അതായത് S.T. കോളേജ്, സാമുവൽ ടൈലർ കോളേജ് എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ദി റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ. ആ ഒരു വർക്കിൽ ദി മാരിനർ കൊല്ലുന്നത് എന്തിനെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് ആ ഒരു പോയം കുറച്ച് ഡീറ്റെയിൽ ആയി വായിച്ച ഒരാൾക്ക് മാത്രമേ അതിന് ആൻസർ നൽകാനായിട്ട് സാധിക്കൂ. ഒരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണക്കാക്കാം. ഓപ്ഷൻസ് ആർ ആൻ ആൽബട്രോസ്, ഓപ്ഷൻ ബി എ പെൻഗ്വിൻ, ഓപ്ഷൻ സി എ ഗോൾഡൻ ഫിഷ് ആൻഡ് ഓപ്ഷൻ ഡി എ നൈറ്റിംഗേൽ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആൻ ആൽബട്രോസ് ആണ്. ദി റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് മേജർ പോയം ബൈ ദ ഇംഗ്ലീഷ് പോയറ്റ് S.T. കോളേജ് തന്നെ എഴുതിയിട്ടുള്ള പോയംസിൽ തന്നെ ഏറ്റവും അധികം ദ ലോങ്സ്റ്റ് മേജർ പോയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ ദ 1798. അതായത് ലിറിക്കൽ ബാലഡ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ S.T. കോളേജ് എഴുതിയിട്ട് ഒരു വർക്ക് കൂടിയാണ് ദി റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ. അത് പ്രകാരം ആ ഒരു വർക്കിൽ ദി ഏൻഷ്യൻ മാരിനർ കില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ആൽബട്രോസ് ആണ്. ഒരു ആൽബട്രോസ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. ആ ഒരു കഥയിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും നിർബന്ധമായും പഠിച്ച ഒരു പോയം കൂടിയായി, ഒരു പോയറ്റിക്കൽ വർക്ക് തന്നെയാണ് റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബയോഗ്രഫിക്കൽ ലിറ്റററി സ്റ്റഡീസ് വാസ് റിട്ടൺ ബൈ കോളേജ്? ഇതും ഒരു S.T. കോളേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ ടച്ച് ഉള്ള ലിറ്റററി വർക്ക് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ ബയോഗ്രഫി ലിറ്ററേറിയ, ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ്, എമിനന്റ് വിക്ടോറിയൻസ് ലൈവ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഏത് നൽകാം? ഓപ്ഷൻ എ നൽകാം, ബയോഗ്രഫിയ ലിറ്റററി ആണ്. ഈ ഒരു വർക്ക് ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ ദ ഇയർ 1817. 1817 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തെന്ന കാര്യം ആലോചിക്കാം. ആൻഡ് ഇറ്റ് വാസ് മെയിൻലി പബ്ലിഷ് ഇൻ 1817 ഇൻ 2 വോളിയൂംസ്. 2 വോളിയൂംസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തതും. കൂടാതെ ഇതിന്റെ ഒരു വർക്കിംഗ് ടൈറ്റിൽ വാസ് ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയ എന്നായിരുന്നു. അതിന്റെ ഒരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു, ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയ. പിന്നീടാണ് അത് ബയോഗ്രഫിയ ലിറ്റററിയ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് ശ്രമിച്ചത്. ഇൻ ദിസ് പെർട്ടിക്കുലർ വർക്ക് കോളേജ് ക്രിട്ടിക്കലി അനലൈസസ് വില്യം വേർഡ്സ്വർത്ത് തിയറി ഓഫ് പോയട്രി. അതായത് പ്രിഫസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന വർക്കിൽ വില്യം വേർഡ്സ്വർത്ത് മുന്നോട്ട് വെച്ച പോയട്രിക്കൽ ക്രിട്ടിക്കൽ തിയറി ഓഫ് പോയട്രിയെ വിമർശിച്ചുകൊണ്ട് വില്യം വേർഡ്സ്വർത്തിന്റെ തന്നെയായ ഒരു പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു അനാലിസിസ് ഓഫ് പോയട്രിയാണ് ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് പറയുന്ന വർക്കിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ ഈ ഒരു വർക്കിലാണ് ഇമാജിനേഷൻ, ഫാൻസി, സെക്കൻഡറി ഇമാജിനേഷൻ തുടങ്ങിയ ടേംസിനെ കുറിച്ചൊക്കെ പല ചാപ്റ്ററുകളിലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം, ബയോഗ്രഫി ലിറ്റററി എന്ന് പറഞ്ഞ വർക്ക് എഴുതിയത് കോളറിഡ്ജ് ആണ്. പബ്ലിഷ് ചെയ്ത വർഷം 1817 ആണ്. അതിൽ 2 വോളിയൂംസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇല്ലേ ക്രിട്ടിക്കലി ക്രിട്ടിസൈസ് ചെയ്യുന്നു ചോദിച്ചാൽ വില്യം വേർഡ്സ്വർത്തിന്റെ തന്നെ തിയറി ഓഫ് പോയട്രിയെ ക്രിട്ടിക്കലി അവരെന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ആര്? കോളറിഡ്ജ്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോൾഡ് ഷെല്ലി, P.B. Shelley, an ineffectual angel beating in the void his luminous wings in vain? P.B. Shelley ഈ ഒരു രീതിയിൽ റെഫർ ചെയ്ത വ്യക്തി ഇല്ലെ ലിറ്റററി ഫിഗർ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ആർ മാത്യു ആർണോൾഡ്, ജോൺ റസ്കിൻ, ചാൾസ് ലാം, ഹാസ്ലി, വില്യം ഹാസ്ലി. അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, മാത്യു ആർണോൾഡ് ആണ് ഈ ഒരു രീതിയിൽ P.B. ഷെല്ലിയെ റെഫർ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ മനസ്സിലാക്കണം, മാത്യു ആർണോൾഡ് എഴുതിയ പ്രധാനപ്പെട്ട വർക്കുകളിൽ വരുന്നതാണ് ഒസിമാൻഡിയോസ്, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, ടു എ സ്കൈലാർക്ക്, ദി മാസ്ക് ഓഫ് അനാർക്കി, ദി സെഞ്ചായ്. ഇത് മാത്യു ആർണോൾഡ് എഴുതിയ പ്രധാനപ്പെട്ട വർക്കുകളല്ല നമ്മളിപ്പോൾ ഡീൽ ചെയ്ത്. അതായത് P.B. ഷെല്ലി എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകളാണ് ഏതൊക്കെ? ഒസിമാൻഡിയസ്,
ഓഡ് ടു ദ വെസ്റ്റ് വിൻ, ടു എ സ്കൈലാർ, ഓഡ് ടു ദ സ്കൈലാർ, ദി മാസ്ക് ഓഫ് അനാർക്കി. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഒരു വേഴ്സ് ഡ്രാമയാണ്. PB ഷെല്ലി എഴുതിയിട്ടുള്ള ഏക വേഴ്സ് ഡ്രാമ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് നൽകാം സെൻചൈ, CENCI എന്ന് പറയുന്ന ഒരു വർക്ക് PB ഷെല്ലി എഴുതിയിട്ടുള്ള വേഴ്സ് ഡ്രാമയാണ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ വർക്ക്സ് എഴുതിയിരുന്ന PB ഷെല്ലിയെ ആൻ ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വോയിഡ് ഹിസ് ലൂമിനസ് വിങ്സ് ഇൻ വെയിൻ എന്ന രീതിയിൽ വിശേഷണം ചെയ്തത് ആരില്ല, വിശേഷണം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മാത്യു ആർണോൾഡും. PB ഷെല്ലി എഴുതിയ പ്രധാനപ്പെട്ട വർക്ക്സ് എന്നാണ് നമ്മൾ കണ്ടത് ഒസിമാൻഡിയസ്, ഓഡ് ടു ദ സ്കൈലാർക്ക് പോലുള്ള വർക്കും. കൂടാതെ അദ്ദേഹം എഴുതിയ ഏക വേഴ്സ് ഡ്രാമ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻചയുമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻസും കൂടി കളക്ട് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിച്ചു എന്ന് കരുതുന്നു. കൂടാതെ നമ്മുടെ സ്പെഷ്യൽ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. തന്നിരിക്കുന്ന ഈ നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു, കരുതുന്നു. കൂടാതെ നിങ്ങൾ വാല്യുബിൾ കമന്റ്സും ലൈക്കുകൾ എന്ന രൂപത്തിലൊക്കെ നൽകാനായിട്ടും ശ്രമിക്കുക. സോ ഇത്ര മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പാർട്ട് 4 നമ്മൾ ഡീൽ ചെയ്യുന്നത്. തുടർന്ന് പാർട്ട് 5 കൂടി മിസ്സാകാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. ഇത്രത്തോളം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്യൂർ അക്കാഡമി. താങ്ക് യു ഓൾ.